ഇത് എഴുവന്തല ഗ്രാമത്തിലെ ഈയിടെ നവീകരിച്ചിട്ടുള്ള പെരിയപ്പെട്ടിക്കുളമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ജലാശയമാണിത്. അടുത്ത കാലം വരേക്കും ആമ്പലും പായലും കെട്ടിയിട്ട് കിടന്നിരുന്ന ഈ കുളം ഇപ്പോൾ റിനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. 3 പ്രധാനപ്പെട്ട കുളങ്ങളാണ് ഈ ഭാഗത്തുണ്ടായിരുന്നത്. ഒന്ന് എരുമപ്പെട്ടിക്കുളം എന്ന ഈ കുളം, പിന്നെ ആലുംകുളം എന്ന് പറഞ്ഞ ആഞ്ഞിക്കുളം, ഇതിൻ്റെ ഒരു 100 മീറ്റർ കിഴക്ക് മാറി, പിന്നെ ഏകദേശം 3/4 കിലോമീറ്റർ മാറിയിട്ട് ഉള്ള രാരഞ്ചേരിക്കുളം. ഇങ്ങനെ 3 കുളങ്ങളാണുള്ളത്. അതിൽ ഈ രാരഞ്ചേരി കുളമായിരുന്നു ഏറ്റവും കൂടുതൽ ഉറവുള്ള കുളം ഉണ്ടായിരുന്നത്. ഒരു 30 കൊല്ലം മുമ്പ് വരേക്ക് നിരവധി ഏക്കർ സ്ഥലത്തേക്ക് വേനൽക്കാലത്ത് പോലും വെള്ളം എത്തിച്ചിരുന്ന ഒരു കുളമായിരുന്നു, ജലസ്രോതസ്സായിരുന്നു ഈ രാരഞ്ചേരി കുളം. ആഞ്ഞിക്കുളവും അതേമാതിരി തന്നെ നല്ല ഒരു കുളമാണ്. പക്ഷേ ഇപ്പോൾ അത് പുല്ല് കെട്ടിയിട്ട് ഏകദേശം ഒരു മൈതാനം പോലെ ഇട്ട് കിടക്കണം. ഇതേതായാലും ഭാഗികമായിട്ട് ഈ വേനൽക്കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഇനിയും ബാക്കി പണിയുണ്ട്, അടുത്ത വേനലിൽ നടക്കുമെന്ന് കരുതുന്നു. ഒരു പ്രദേശത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ജീവസ്രോതസ്സാണ് അവിടുത്തെ ജലാശയങ്ങളെന്ന് പറയുന്നത്. പല ജലാശയങ്ങളും പല കുളങ്ങളും കിണറുകളും അരുവികളൊക്കെ ഇന്ന് തൂർത്തു വരുന്ന ഈ അവസരത്തിൽ പഴയ കാലത്തുള്ള ഈ ഒരു കുളം നിലനിർത്താൻ സാധിച്ചതിൽ അത് റിനോവേറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കി 4 പുറവും പടുത്ത് ആൾക്കാർക്ക് കുളിക്കാനും നീന്താനും അലക്കാനും ഒക്കെ ഉള്ള സൗകര്യമാക്കിയിട്ട് തീർത്തത് നല്ലൊരു കാര്യമാണ്. ഏതായാലും ഇത്തരം പുരോഗമന പ്രവർത്തനങ്ങൾ ആവട്ടെ നമ്മളെ പഞ്ചായത്തും അതേപോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ കാഴ്ച കാണുന്നത് തന്നെ